ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞാലോ? കുറുക്കനും കൊക്കിന്റെയും കഥ പറയാം. ഒരു ദിവസം കുറുക്കനും കൊക്കും നല്ല സുഹൃത്തുക്കളായി പരിചയപ്പെട്ടു. ഒരുപാട് സമയം ഇരുവരും സന്തോഷത്തോടെ ചിലവഴിച്ചു. കുറച്ചുനാൾക്കു ശേഷം കുറുക്കൻ കൊക്കിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. കൊക്കെ, നാളെ എന്റെ വീട്ടിൽ വിരുന്നിനു വരൂ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. കുറുക്കൻ പറഞ്ഞു. കൊക്ക് അതിൽ സന്തോഷപ്പെട്ടു. അടുത്ത ദിവസം കൊക്ക് കുറുക്കന്റെ വീട്ടിൽ എത്തി. കുറുക്കൻ വിഭവം തയ്യാറാക്കി ഒരു പരന്ന തളികയിൽ ഭക്ഷണം സർവു ചെയ്തു. പരന്ന തളികയിൽ സൂപ്പ് ഒഴിച്ച് കൊക്കിന് നീട്ടി. കുറുക്ക, ഇത് ഞാൻ കഴിക്കാൻ കഴിയുന്നില്ല. കൊക്കിന്റെ നീളമുള്ള കൊക്ക് കൊണ്ട് സൂപ്പ് കുടിക്കാനായില്ല. കൊക്ക് പറഞ്ഞു. എന്നാൽ കുറുക്കൻ ആ സൂപ്പ് ആസ്വദിച്ചു. കൊക്ക് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തനിക്കൊരാഴ്ചയ്ക്കു ശേഷം കുറുക്കനെ തന്റെ വീട്ടിൽ ക്ഷണിച്ചു. കുറുക്കൻ ക്ഷണം സ്വീകരിച്ചു. അടുത്ത ദിവസം കുറുക്കൻ കൊക്കിന്റെ വീട്ടിൽ എത്തി. കൊക്ക് ഭക്ഷണം ഒരു ദീർഘനാളികയിൽ ലോമ്പായ ബർത്തനത്തിൽ സർവു ചെയ്തു. കുറുക്കൻ അതിൽ നിന്ന് കഴിക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും അതിന്റെ ചുണ്ടുകൾക്ക് കഴിയാത്ത വിധമായിരുന്നു. പക്ഷേ കൊക്ക് അതിന്റെ നീളമുള്ള കൊക്കുകൊണ്ട് ആഹാരം എളുപ്പത്തിൽ കഴിച്ചു. കുറുക്കൻ പാഠം പഠിച്ചു. കൊക്കെ, ഇനി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, എന്നോട് ക്ഷമിക്കൂ. കൂട്ടുകാരെ, നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാതെ എല്ലാ പരിസരത്തിലും നീതിയോടെയും സഹാനുഭൂതിയോടെയും പെരുമാറുക.